ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോളാർ പാനൽ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മഴക്കാലം സോളാർ പ്രൊഡക്ഷൻ വളരെ കുറവായതുകൊണ്ട് KSEBയുടെ കറണ്ട് ബില്ല് എത്രയാണ് വരിക എന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ജൂലൈ മാസം എനിക്ക് കിട്ടിയ സോളാർ ബില്ലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് KSEBയുടെ ഇ ബിൽ. ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബിൽ പീരിയഡ് ജൂലൈ 2024. വീട്ടിലേക്കുള്ള കണക്ഷൻ സിംഗിൾ ഫേസ് ആണ്. ബിൽ ഡേറ്റ് 1 ജൂലൈ 2024. പ്രീവിയസ് മീറ്റർ റീഡിംഗ് എടുത്ത ഡേറ്റ് 1 ജൂൺ 2024. കൂടാതെ പ്രസൻറ്റ് മീറ്റർ റീഡിംഗ് ഡേറ്റും ഇവിടെ കാണാം. ഇനി ജൂൺ മാസത്തിൽ KSEBയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് എത്രയാണെന്ന് നോക്കാം. കഴിഞ്ഞ മാസത്തെ റീഡിംഗ് ആണ് ഇനീഷ്യൽ റീഡിംഗ് 124 യൂണിറ്റ്. ഈ മാസത്തെ റീഡിംഗ് ആണ് ഫൈനൽ റീഡിംഗ് 203 യൂണിറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഇമ്പോർട്ട് വാല്യൂ 79 യൂണിറ്റ്സ്. പകൽ സമയത്ത് എൻ്റെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് എത്രയാണെന്ന് നോക്കാം. കഴിഞ്ഞ മാസത്തെ റീഡിങ് 535 യൂണിറ്റ്. ഈ മാസത്തെ റീഡിങ് 782. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ജൂൺ മാസത്തിൽ KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 247. ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 168 യൂണിറ്റ്. ഇത്രയും യൂണിറ്റാണ് മഴയുള്ള ജൂൺ മാസത്തിൽ ഞാൻ KSEBയിലേക്ക് അധികമായി എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ്. ജൂൺ മാസത്തെ അദാനി ടോപ്കോൺ പാനലിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷനെ പറ്റി അറിയുവാനായി ഈ വീഡിയോ കാണുക. ഇനി ബിൽ ഡീറ്റെയിൽസിൽ ഫിക്സഡ് ചാർജായി 85 രൂപയാണ് KSEB ഈടാക്കുന്നത്. ഈ ഫിക്സഡ് ചാർജ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് അറിയാനായി ലെഫ്റ്റ് സൈഡിലുള്ള സോളാർ ജനറേഷൻ ടേബിൾ നോക്കാം. ഇനീഷ്യൽ റീഡിങ് 613, ഫൈനൽ റീഡിങ് 910. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് 297. ഇതാണ് ജൂൺ മാസത്തിൽ പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ്. ഈ 279നോട് ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് കൂട്ടുകയും എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്നതാണ് 129. ഇതാണ് ജൂൺ മാസത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടോട്ടൽ യൂണിറ്റ്. എൻ്റെ മന്ത്ലി കൺസപ്ഷൻ 129 യൂണിറ്റ് ആണെന്നും അത് ഈ ടേബിളിൽ 101നും 150നും ഇടയിലാകുന്നു. ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫിക്സഡ് ചാർജ് 85 രൂപ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതർ ചാർജസിൽ മീറ്റർ രണ്ടായി 30 രൂപയും ED സെൽഫ് ജനറേഷൻ ചാർജസായി 44 രൂപ 55 പൈസയും ഇത് രണ്ടും കൂട്ടി സബ് ടോട്ടൽ 74 രൂപ 55 പൈസ. ഈ സെൽഫ് ജനറേഷൻ ചാർജ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങുന്നത് KSEB നിർത്തലാക്കിയിട്ടുണ്ട്. ടോട്ടൽ ജനറേറ്റ് ചെയ്ത യൂണിറ്റിനെ 15 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് സെൽഫ് ജനറേഷൻ ചാർജ്. ഇതുകൂടാതെ GST ആയി 5 രൂപ 40 പൈസയും ഈടാക്കുന്നുണ്ട്. ഇവയെല്ലാം കൂട്ടി ഫൈനലായി ഞാൻ അടയ്ക്കേണ്ട ടോട്ടൽ ചാർജ് 165 രൂപ. കൺസെപ്ഷൻ റിപ്പോർട്ടിൽ കഴിഞ്ഞ 2 മാസത്തെ ബിൽ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. ജൂൺ 1-ാം തീയതി കിട്ടിയ കറണ്ട് ബില്ലിൽ ഇമ്പോർട്ട് വാല്യൂ 67 യൂണിറ്റ് ആണെന്നും എക്സ്പോർട്ട് വാല്യൂ 376 യൂണിറ്റ് ആണെന്നും ബാങ്ക് ക്ലോസിംഗ് വാല്യൂ 411 യൂണിറ്റ് ആണെന്നും കാണാം. ജൂലൈ 1-ാം തീയതി കിട്ടിയ കറണ്ട് ബില്ലിൽ KSEBയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വാല്യൂ 79 ആണെന്നും KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 247 ആണെന്നും കാണാം. ജൂൺ മാസത്തിൽ മഴയുണ്ടായതിനാൽ സോളാർ പ്രൊഡക്ഷൻ കുറഞ്ഞ അളവിലായിരുന്നു. അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവാണ്. ഈ മാസത്തെ എക്സ്പോർട്ട് ചെയ്ത വാല്യൂവിനോട് കഴിഞ്ഞ മാസത്തെ ബാങ്ക് ക്ലോസിംഗ് വാല്യൂ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇവിടെ കാണുന്ന 658 എന്ന വാല്യൂ. ഇതിൽ നിന്ന് ഇമാസം ഇമ്പോർട്ട് ചെയ്ത 79 യൂണിറ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ബാങ്ക് ക്ലോസിംഗ് വാല്യൂ.
ഏപ്രിൽ മാസം സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെയ് മാസവും ജൂൺ മാസവും കഴിയുമ്പോഴേക്കും എൻ്റെ KSEBയുടെ ബാങ്ക് ബാലൻസ് 579 യൂണിറ്റ് ആയെന്ന് നിങ്ങൾക്ക് കാണാം. അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അദാനി ടോപ്കോൺ പാനലിൻ്റെ പെർഫോമൻസിനെ പറ്റി കൂടുതലായി അറിയാൻ ചാനലിൻ്റെ മെയിൻ പേജ് വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.